ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹോളിഡേ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ഗോ സമ്മർ വെക്കേഷൻ ഗായ്സ്, കം ഓൺ കം ഓൺ. ശനു സമ്മർ അസറു ഓ ഹാപ്പി ഡേയ്സ് ഹാപ്പി അല്ലേ? ഇക്കോണ് പഴക്കൊലായിട്ട് കയറി കേട്ടതാ. സമ്മർ സ്റ്റാർ ഒരു കൊല പഴം കൊണ്ട് ഇക്കോ അങ്ങോട്ട് കയറി. അർഷി വരൂ. പഴക്കൊല വണ്ടിയിൽ മാറ്റി വെച്ചാൽ പഴം പഴിപ്പിക്കാൻ വെച്ച സ്മെല്ല് ഉണ്ടാവില്ല വണ്ടിയിൽ. വരൂ. ബാ വന്നപ്പോ തന്നെ ടർഫ് പോയാ. എടത്തെന്താ ഗോൾഫാ? മോനെ സീൻ റിസോർട്ട് ഇട്ടാ. നമ്മള് ഈ റിസോർട്ട് പിക്ക് ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. സീൻ ആക്ടിവിറ്റീസ്. 4 ഏക്കറിൽ നിറഞ്ഞു കിടക്കുന്ന റിസോർട്ടാട്ടാ. അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക്. വാവ്. ചെറുക്കന്മാരൊക്കെ രാവിലെ തന്നെ ടർഫിലുണ്ട്. രാവിലെ ഉച്ചയായിട്ടോ. ഭക്ഷണം ഉണ്ട് കേട്ടോ. ഫുഡ് പൊള്ളിക്കുന്ന്. ഇന്ന് അടിയോടടി ഇവിടെ. ഇത് ഗോൾഫാണ്. ഇതിന്റെ സാധനങ്ങൾ എവിടെ? ഹാൻഡിൽ ബാറോ? അഫേ പന്തും ബാറ്റൊന്നും ഇല്ലോ തോന്നുന്നു. വാങ്ങേണ്ടി ഇരുന്ന് തോന്നുന്നു. ക്രിക്കറ്റ് കളിക്കാന്ന് രാത്രി അല്ലേ? 4 മാത്രം കളിച്ചാൽ മതി. 6 ആണെങ്കിൽ പെരും 6 അടിയാവും എടുത്താ. അപ്പം നമ്മളെ സ്വന്തം വണ്ടിയിലാണ് വന്നത് കേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, വണ്ടി വേനൽക്കാലത്ത് ആവശ്യമില്ലല്ലോ വിളിച്ചോളിട്ടാ. അർച്ചി നമ്മളെ നമ്പർ എത്ര? നമ്മളെ വണ്ടിന്റെ നമ്പർ പറയണോ? ഫോൺ നമ്പർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വണ്ടി പുറത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രിപ്പിനും കാര്യങ്ങൾക്കും. ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് തണുപ്പ് നിങ്ങളെ ഫാമിലിന്റെ കൂടെ പോകാൻ എന്താ വണ്ടി കൊടുക്കുന്നുണ്ട്. 777-08726 ഉള്ള നമ്പർക്ക് വിളിച്ചാൽ മതിട്ടാ. 777 കാണണ്ടേ? 777-08726 വിളിച്ചാൽ മതി. ആ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും ചെയ്യട്ടെ. അപ്പം നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊന്നും കാണാം. ബാ തന്നാ സീൻ റിസോർട്ടല്ലേ? പന്തും ബാറ്റും പോയി വാങ്ങിയെന്നാലും നമുക്ക്. എന്ത് ചൂട്! ചൂട് കുറവാണ് ഇവിടെ. നാട്ടിൽ ചൂടില്ല കേട്ടോ. വണ്ടിയിൽ നിന്നും ബാഗും ലഗേജുകളും എടുത്ത് കടന്നു വരുന്ന ഇപ്പച്ചി അമ്മച്ചി. ഇതെന്തോ അന്താരാഷ്ട്ര ഡീലിന് പൈസ ആയിട്ട് വന്ന ആൾക്കാരെ പോലെ. ഹർഷയുടെ എത്തിയേക്കോലോ വെൽക്കം ഡ്രിങ്കിൻ്റെ അവിടെ. ബാ വെയിലിന് ചൂട് കമ്മിയാ. ഇവിടെയാണ് ഇവിടുത്തെ ഏറ്റവും സൂപ്പർ സ്പോട്ട് കേട്ടോ. നമുക്ക് ഈ സൈഡ് ഒന്ന് പോയേക്കാം. എങ്ങനെയുണ്ട്? ഹെവി ആളുണ്ടോ പൂളില്? ഭാഗ്യം. വാ. എത്രങ്ങാനും വലുപ്പല്ലേ? കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടെ. ഹായട്ടാ, നമസ്കാരം. എന്താ വിശേഷം? എല്ലാവരും കൂടെ ഞങ്ങൾ ട്രിപ്പ് വന്നതാണ്. ചേട്ടൻ്റെ പേര്? ജോസേട്ടൻ. ജോസേട്ടൻ്റെ സ്ഥലം? ഞാനിവിടെ തന്നെ, വയനാട് തന്നെ. ഇതിൻ്റെ തൊട്ടടുത്ത് വെള്ളാറുന്ന്. നൈസ് ടു മീറ്റ് യു ജോസേട്ടാ. എവിടെയാണ്? ഞങ്ങൾ നിലമ്പൂര്. താങ്ക് യു. ഈ ഒരു പൂള് പോരെ? വയനാട് മാറി. അപ്പൊ സുഹൃത്തുക്കളെ, വയനാട്ടിൽ നിന്നും മാറിയിട്ട ലൊക്കേഷൻ. വാ. പൂള് 2 ഇവിടെ 4 പൂളെന്തുണ്ട്. ഇത് ബാലി മൂട് അല്ലേ? കളറല്ലടാ, തീമോക്ക്. ഇത് അയ്യോ, പാട്ടൊക്കെ പറ്റുമോ? ആളുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, നമുക്കിവിടെ 2 റൂംസോ 4 റൂംസ് എന്തോ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. വെക്കേഷൻ വെക്കേഷൻ. ഇവിടെ തന്നെയാണേ.
ഇക്ക നമ്മളെ റൂം ഏതാ? ഇക്ക പാട്ടൊന്ന് ഓഫാക്കി തരുമോ? പാട്ട് നമുക്ക് നോക്കാം. പാട്ടൊന്ന് ഓഫാക്കി തരുമോ? പെട്ടെന്ന് പറയോ? പൊളിക്കും. അതാ വെൽക്കം ഡ്രിങ്ക്. ഹർഷിനെ തേടിയതാ വെൽക്കം ഡ്രിങ്ക് വരുന്നു. ഹർഷിത വെൽക്കം ഡ്രിങ്ക്. അടുത്തോ? എന്നാ? നാളെ എപ്പോഴാ? എവിടെ വെച്ചിട്ടാ? ആ, കൊണ്ടോട്ടി ഈസി ആയിട്ട് എത്താം. പോയി കൊണ്ടിട്ടാ. വെൽക്കം. ഓ, ഇന്ന് മാസ് ലുക്കിലാട്ടോ. ഇന്ന് കുറച്ച് റഫ് മൂഡാണ് നബീലെണ്ണം പിടിക്കുന്നത്. ഇന്ന് ഫണ്ണി മൂഡില്ല, ഫുള്ള് റഫായിട്ടാണ്. ഈ ഷർട്ട് ഇട്ട് തന്നെ ചെന്തറില്ല. ഇവിടുത്തെ ഈ ഭാഗത്തും അടക്കട്ടോ. പാട്ടിക്കാ ഇക്കാന്ന് വിളിച്ചറിയാ. അയ്യോ ഹായ് ബ്രോ. ഇതാ നമ്മളെ റൂംസ് എവിടെയാ? ഓക്കെ, എല്ലാം മേലെ ഇന്റർകണക്റ്റഡാണ്. എല്ലാവർക്കുള്ള അയ്യോ പാട്ട്. അപ്പം എല്ലാവർക്കും ഉള്ള ജ്യൂസ് എത്തിയിട്ടുണ്ട്. എല്ലാവരും വെൽക്കം ഡ്രിങ്ക് കുടിച്ച് ടൈം കളയുകയാണ്. ഒരു വെൽക്കം ഡ്രിങ്ക് ഇവിടെ കൊടുക്കൂ. അപ്പോൾ പാട്ട് കഴിഞ്ഞിട്ട് കണ്ടാ. അപ്പോൾ നമ്മൾ ആൾക്കാർ കയറുന്നതിൻ്റെ മുന്നേ റൂം ഭംഗിയിൽ കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് പോകാൻ നേരത്തെ ആകെ അൽക്കുലത്താക്കിയിട്ടാണ് കാണല്. അപ്പം ഇതാണ് ഇവരെ ഒരു റൂം വരുന്നത് കേട്ടോ. ഒരു പുത്തൻ സാങ്കേതിക ടെക്നോളജിയുടെ സഹായത്തോടെ യൂസ് ചെയ്തൊരു ഇൻറ്റീരിയറാണ് ഇവിടെ വരുന്നത്. ഒരു മറുനാടൻ ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇങ്ങോട്ട് മാറിന്നാൽ മാറിക്കുക അവിടെ ഈ ഒരു വ്യൂ ആണ് കിട്ടുക കേട്ടോ. നല്ല വ്യൂവിലാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പൂള് വരുന്നുണ്ട്. റൈറ്റിക്ക് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ 0.5 ടോക്ക് ഇപ്പം എന്നിട്ടുള്ളൂ നമുക്ക് പൂള് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെയൊക്കെ റൂംസ് വരുന്നത് കേട്ടോ. മൊത്തം 45 റൂം. ഫോട്ടോഗ്രാഫർ അസറു. ഇലകൾക്കിടയിലൂടെ ഫ്രെയിംസ് തിരയുകയാണ് അസറുദ്ദീൻ. പണ്ടത്തെ തൻ്റെ സ്കില്ലുകൾ പുറത്തെടുക്കുന്നു. മറ്റൊരു ക്യാമറാമാൻ ഹർഷി തൻ്റെ സ്കില്ലുകളൊന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ക്യാമറാമാൻ എവിടെ? കെൻസ ഹെഡ് അവറുകളതാ വേറെ തൻ്റെ സ്കില്ലുകൾ പുറത്തെടുക്കുന്നു. അതിൽ ഇക്കു അതൊന്ന് എയർഡ്രോപ്പ് ചെയ്തടാ. അതൊന്ന് എയർഡ്രോപ്പ് ചെയ്ത നല്ല ക്യാമറമാന്മാരെ വീഡിയോസൊക്കെ എയർഡ്രോപ്പ് ചെയ്തുകൊണ്ട് സ്വന്തം കഴിവ് പോലെ സ്റ്റോറി ഇടുന്ന ഇക്കുതാ. പിന്നെ പ്രത്യേകിച്ച് യാതൊരു കഴിവില്ല, പക്ഷേ ഓല്ലാണ്ട് പരിപാടികളൊന്നും നടക്കില്ല. ആ ഒരു പവറിൽ അഫില്ലെങ്കിൽ കൊണ്ടുപോയ കാര്യമുണ്ടോ ഇല്ല, പക്ഷെ കൊണ്ടേജില്ലെങ്കിൽ ലോക്കാവോ ഇല്ലാനും. എന്നാ കൊണ്ടേജിൽ എല്ലാവർക്കും ഇടങ്ങേറാണ്. കൊണ്ടേജിൽ ആകെ എല്ലാവരും ഇടങ്ങേറാവും. അങ്ങനെ വേണം. എന്ത് ഇൻഫ്ലുവൻസറിന്റെ കാര്യമായിട്ടാണോ സുഹൃത്തുക്കളെ? പ്രായമായി. അപ്പം നബീലിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസറിനെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് നബീലിൻ്റെ ഒരു ആഗ്രഹം. ഓരോരുത്തർക്കും ഓരോ തരം ആഗ്രഹങ്ങളാവും. അപ്പം ബാസിലിൻ്റെ ഒരു ടീച്ചറായി ആഗ്രഹം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ല. അപ്പം അല്ല, എനിക്കൊരു പാട്ട് പാടുന്ന ആളെ ഒക്കെ എൻ്റെ ഒരു ആഗ്രഹം. കെൻസിന് എന്താണ് ആഗ്രഹം? കെൻസേ മധുരം നല്ല തിന്നണം. അതായത് നല്ല മധുരേഷിന്റെ ഏതെങ്കിലും മക്കളെ കല്യാണം കഴിക്കാം. ഗുലാബ് ജാമുന്റെ ബേക്കറി മനസ്സിലായി. ഈ പറയുന്നത് മനസ്സിലായി. ഒന്നും പറയണ്ട. കെൻസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, ഒരു 25 മിനിറ്റിന്റെ 8 മാർക്കിന് 4 പുറം കവിയാത്തൊരു വിശദീകരണം കിട്ടും. മനസ്സിലായ
അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോകേണ്ട ടൈമായി. ഇന്ന് രാത്രി നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നാണ്. ആറാട്ടുകയാണ് ഇന്ന് ഇവിടെ. ആൽത്തറ പൂരം. ആൽത്തറ പൂരാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മറ്റേ ബാച്ചിലേഴ്സിന് റൂം എങ്ങനെങ്കിലും കിട്ടുമോ? നമ്മൾ അലമ്പൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾക്ക് ഒരു റൂം എങ്ങനെങ്കിലും തരുമോ പ്ലീസ്? ഒരു പൂളും സാധാ ഒരു റൂമും മതി. ഇതാണ് ആട്ടും കൂടെ വരുന്ന റൂം. ഓവലിന്റെ അടുത്ത് ചാടി അതിലാറ നല്ലതെന്നൊക്കെ പറയും. ആ മാതൃകാരങ്ങൾ നല്ല പറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് മാച്ചാണല്ലോ. ഇന്ന് ഇവിടെ ഞങ്ങളെ ബാച്ചിലേഴ്സിന്റെ വക ആൽത്തറ പൂരം. അത് സീനായിട്ടോ. ഇതൊക്കെ ഈ ഫ്രെയിമൊക്കെ ഞാൻ പോണേ. ഞാനൊരു മലയാളി, മണ്ണിൻ കൂട്ടാളി, ഹൈ ഹൈ എതിരുകളില്ല വടിതടവില്ല ഊഴും തേരളി. ഓ അപ്പൊ ഈ ചെടീന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചെടിക്ക് പറയാന്നുള്ളത്? ചെടിയെ എല്ലാരും കമന്റ് ചെയ്യട്ടോ. ഇതാണ് ചെടി. ഇത് കാണിച്ചു കൊടുക്കേ. അപ്പൊ ഇത് എന്ത് ചെടിയാണെന്നുള്ള എല്ലാരും പറയട്ടോ. എല്ലാരും ഗസ് ചെയ്യാ. ഇതെന്ത് ചെടിയാ പറഞ്ഞ മാതിരി? ഇത് പിടിച്ച് അങ്ങനെ പിടിച്ച് ഇതാക്കി ഫുൾ അമർത്തി നോക്ക്. ഫുൾ അമർത്ത്. ഇത് മറ്റേ സാധനമാണ്. ഹെയർ ഓയിൽ, ഹെയർ ഷാമ്പൂ. കാര്യത്തിലാ ഫിഫെ മുടി എന്തേലും പറ്റണോ നോക്കട്ടോ. ഓൽക്കറിയുന്നില്ല ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ടീം ചെയ്ത് പോണേക്കാരം. അല്ല ലാൻഡ്സ്കേപ്പ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നമ്മളെ റിസോർട്ട് വരുന്നത്. ആരംഭത്തിൽ അപമാനം. മുന്തിരി ജ്യൂസും വാട്ടർമെലണും വെറും വയറിൽ കുടിക്കുമ്പോണ്ടല്ലോ ഞാൻ ഫുൾ തളരും. അതായത് ഫുഡ് കഴിക്കാൻ നീരും. ഡൗൺ ആവും. എന്നാ ഞാൻ കുടിക്കാതെ കൊന്നില്ല. ഞാൻ കുടിക്കും ചെയ്യും പോയിട്ട്. എനിക്കറിയാതെ കുടിച്ച റിയാക്ഷൻ വരും. അങ്ങനെ തായ്ലൻഡിൽ നിന്ന് ഒരു ഐഡിയ ഇട്ടു. അപ്പൊ അതിന് ഫുഡ് ഫുള്ള് കഴിഞ്ഞു. പൂളിലിറങ്ങി വിശന്നും ചെയ്തു. പൂളിലിറങ്ങാത്തവരൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് പൂളിലിറങ്ങി വിശന്നിരിക്കുക. ഫുഡ് എവിടെ? ഫുഡൊക്കെ കഴിഞ്ഞു ബ്രോ. എന്തായാലും കൂട്ടുഷൂട്ടിന് എന്തായാലും വിശന്നില്ലേ? എന്നാ എന്തിനാണ് ഒരു വട്ടം പാളി ഐഡിയ എങ്ങനെ ഇറക്കണേ? ഭക്ഷണം കഴിക്കാൻ ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ കാണിച്ച സ്റ്റൈൽ റൂം അല്ലാണ്ട് പ്രൈവറ്റ് പൂള് വരുന്ന റൂമുണ്ട് കേട്ടോ. അത് കണ്ടോളി. നമുക്ക് സ്വന്തമായിട്ടൊരു പൂൾ അങ്ങോട്ട് തരും. അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് ക്ലീൻ ചെയ്തിട്ടാ കൊടുക്കട്ടോ. കാറ്റടിച്ചിട്ട് ഇല വീണതാണ്. അതൊന്നും വിഷയമല്ല. ആകെ നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കും. അപ്പം ഇതാണ് ഫുൾ. അതിൻ്റെ പേരെന്താ? ചെമ്പ്ര പീക്ക് വ്യൂ വരുന്ന സ്ഥലമാട്ടോ. ചെമ്പ്ര പീക്കാണ് ആ പശ്ചിമഘട്ട മലനിരകളിലൂടെ കോടയിൽ പൊതിഞ്ഞ് കിടക്കുന്നത്. അപ്പം ഇത് പ്രൈവറ്റായിട്ട് നമുക്കിവിടെ സിറ്റിംഗ് സ്പേസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പൂള് സംഭവങ്ങളുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റൂമും കാണാം കേട്ടോ. ഇതൊരു കോട്ടേജ് പോലെ. അവിടെ എഴുതി കാണും പ്ലീസ് ഡോണ്ട് ജമ്പ്. വെറുതെ റിസോർട്ട് ബാച്ചിലേഴ്സിന് കൊടുക്കാത്ത. ഇതൊക്കെയല്ലേ ചിന്താഗതി. ആദ്യം തന്നെ അതിനെ വേണം പറഞ്ഞിട്ടുള്ളൂ. ഇതാണ് റൂം വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ റിസോർട്ടിലേക്ക് ഫുൾ വ്യൂ ആണ് ട്ടാ. ഓ അതാരാ ബ്രോ? പണ്ടത്തെ കാക്കമാരെ പോലെ. ഈ സൈഡ് ഊരവേദനയൊക്കെ പോയി വന്നിട്ടോ. മറന്നിക്കണേ. അല്ലെങ്കിൽ ഏതോ മരുന്ന് നല്ല ഡോസുള്ള മരുന്ന് കയറിക്കണേ. ഇപ്പോൾ ഒരു വിഷയമല്ല. ബാ അപ്പോൾ നല്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെയും സിറ്റിംഗ് സ്പേസ് ഉണ്ട്. നല്ലൊരു ബാൽക്കണി കാര്യങ്ങൾ വരുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ആക്കിയാൽ മതി റൂമിലെ.
നമ്മളൊന്നും ഇങ്ങനെ ആക്കണം. ഒരു പ്രൈവറ്റ് ബ്ലോഗ് ഇടല്ലേ? പ്രൈവറ്റ് പൂള് കൂറ്റമ്പാറ ഇവൻ പോയിക്കണം. ഇത് കൂടുതലും ഹണിമൂൺ കൊടുക്കുന്ന ആ അപ്പം ഇങ്ങനെ ആക്കണ്ട. പേര് അപ്പൊ ഈ വില്ലാണ് റൊമാൻറ്റിക് വില്ല. കൊടുക്കാൻ പോയി വന്ന പോലെ. അപ്പൊ അത് ഹണിമൂൺ പാക്കേജ് ആണ് കേട്ടത്. ബാസിലിന് വരാം. കല്യാണം കേട്ട് കൊല്ലായില്ലേ എന്നാലും കൊടുക്കില്ല. ഹായ് പോലെ കാണിക്കണ്ട. ഇതും ഹണിമൂൺ വില്ലയാണെന്ന് തോന്നുന്നു. അടിക്ക് ഇവിടെയാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് ഇൻഡോർ ഗെയിംസ് പരിപാടികളൊക്കെ വരുന്നത് കേട്ടോ. എന്തായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വിശേഷങ്ങളും കാണാം. അപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നേരെ ഇവിടെ കാണുന്നത് ഇതാണ് കേട്ടോ. മസാജ് ചെയർ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമലേട്ടൻ ഇതാ എൻജോയ് ചെയ്യുന്നു. ഹായ് അമലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്പച്ചി മസാജ് ചെയറിൽ കയറി നിൽക്കുന്നുണ്ടോ? ഇതെന്താ പറ്റി? ഇൻഡോർ ഗെയിംസ് കാര്യങ്ങളാണ് ഇവിടെ ഉണ്ട് കേട്ടോ. കാറ്റാടി ഫുട്ബോൾ ഗെയിമിംഗ് ആണെങ്കിൽ ഇവിടെ ഉണ്ട്. അവിടെ രണ്ടൊക്കെ ചേർന്ന് ഇൻഡോർ ഫുട്ബോൾ പരിപാടിയാണെങ്കിൽ ഇവിടെ ഉണ്ട്. അർച്ചയുടെ കമ്പും കോലും സെറ്റാക്കുന്നുണ്ട്. ഫുൾ ഓണായിട്ടോ ചെക്കന്മാർ. പിന്നെ അതാ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ കൂടെ അല്പനേരം സ്പെൻഡ് ചെയ്യാൻ. നബിയിൽ നിന്ന് റഫ് മൂഡാണ് കേട്ടോ മൊത്തത്തിൽ. അതായത് റഫ് മൂഡിലാണ് ഫുൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന പറയുന്നത്. ഫുൾ റഫാവും കണ്ടോ. ആ ഷർട്ട് ഇട്ടതിന് ശേഷം എന്തോ പറ്റിയാണ്. പിന്നെ ഫുൾ റഫ് ക്യാരക്ടറിലാണ് നടക്കണുള്ളൂ ഫുള്ള്. പോയിന്റ് ഫൈവ് ഒക്കെ. അപ്പോൾ അതാ സ്നൂക്കർ പരിപാടി ഉണ്ട്. അപ്പോൾ എന്തായാലും ബാസിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഫിഷ് കാണാം, അതുപോലെ ബീഫ് കാണാം, ചിക്കൻ കാണാം, സലാഡ് കാണാം, നല്ല കുത്തരി ചോറ് കാണാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കണം. എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്ന വിശേഷങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. ആ ടേബിളിൽ ഒരു ടീം ഇരിക്കുന്നുണ്ട്, ഈ ടേബിളിൽ ഒരു ടീം ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹൈ കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയറഞ്ഞാണമിട്ട് പൊന്നിൻ്റെ ഗൊലസ് വിട്ടൊരു മൊഞ്ചത്തി കുന്തളി പേരുമ്പത്തിയായി ചെമ്മത്ത ഒരു വമ്പത്തി. പോരി കുട്ടിയാളെ പോരും. ചൂടോണ്ട് ഇവിടെ അത്ര ഇല്ലാണോ? നാട്ടുപുറം ഭാഗത്തേക്കാണ് ചൂട് വരുന്നത് അല്ലേ? ഷട്ടിൽ കളിക്കണ്ട ചുമന്ത? ബാഡ്മിന്റൺ പെണ്ണുങ്ങളൊക്കെ ബാഡ്മിന്റൺ കളിച്ചിട്ടുണ്ട കഴിച്ചില്ലായത് കേട്ടില്ലേ? സൈന നെഹ്വാളും മറ്റേ ഇന്ദിരാഗാന്ധിയൊക്കെ അല്ല വേറൊരാളാണ്. ഇന്ദിരാഗാന്ധി അല്ല അമ്മേ ഒരാളുണ്ടല്ലോ, PV സിന്ധു. PV സിന്ധു ഇന്ദിരയും കൂടി മിക്സ് ആയതാ. സോറി ക്ഷമിക്കണം. പോവല്ലേ? അപ്പോൾ ഗായ്സ് നമ്മള് ആഴ്ചമാത്താനെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആഴ്ചമാത്ത രാവിലെ സ്വാദിഷ്ടമായ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം നമുക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോവാണ്. ചൂടെന്താണ് വട്ടം? ചൂടാണ് സഹിക്കാൻ പറ്റാത്ത. ഇപ്പൊ നിങ്ങക്ക് ചൂട് തട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞപ്പോ എന്തേനി ചൂടോ? മഴ പെയ്യണ്, തണുത്ത കാറ്റാണല്ലോ എന്നൊക്കെ. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ? ലിപ്സ്റ്റിക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടല്ലേ? ഏതാ ഇടല്? ഞാനോ? ഞാൻ ഒന്നും ഇടലില്ല. ഞാനൊക്കെ ലിപ്സ്റ്റിക് ഇട്ടാല് അതാരാ വണ്ടിയാ ചുമന്ത? അത് അനാൻസാന്റെ വണ്ടിയാണ് പറയും. അനാൻസാന്റെ വണ്ടി അല്ലത്, വേറെ വണ്ടിയാ. വേറെ കൂട്ടില്ലേ? അതാണോ അങ്ങനത്തെ വണ്ടി? KL81 എവിടെയാ? അങ്ങനെയല്ല, ഇല്ലല്ലോ കേട്ടോ. സംസാരമൊക്കെ കൂട്ടിമ്മ പോയല്ലോ. പിന്നെ രാത്രി വരെ ഇല്ലല്ലോ അങ്ങനെ ഒരു വണ്ടി.
ഉമ്മ കൂട്ടിമേലും പോയി ഇമ്മ കൂട്ടിയമ്മ പോയി, സംസ കൂട്ടിയമ്മ പോയി. ആ പിന്നെ എങ്ങനെ ഒരു എക്സ്ട്രാ കൂട്ടി ഇവിടെ വന്നു? പാമ്പിന്റെ സീസണാണ്, നല്ലോണം ശ്രദ്ധിച്ചോണ്ടി. പടക്കം പൊട്ടിച്ചതൊന്നല്ല, നിങ്ങൾ പൊട്ടിച്ച പടക്കം. അതെന്താറിയോ, നമ്മള് പൊട്ടിച്ച പടക്കത്തിന്റെ ബാക്കി ഇവിടെ ഒക്കെ പാടക്കെടു അതിന്റെ ബാക്കി ബലി കത്തിച്ചതാണ്. വേസ്റ്റ് ഇല്ലേ, പടക്കത്തിന്റെ വേസ്റ്റ് കത്തിച്ചു. അതിലോ പൊട്ടിയോ? പൊട്ടിയിട്ട് എന്തോ ഒരു പൊട്ടുകാരാ. അത് ഇഞ്ചത്ത് പറ്റിന്റെ. ഞാനാണ് ആദ്യം കൊണ്ടാൻ പുറപ്പെട്ട്. ഞങ്ങളോട് പറഞ്ഞ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇടപെടരുത്. പിന്നെ പടക്കത്തിന്റെ വേസ്റ്റ് കട കിടക്കണ അവിടെ കിടന്നോട്ടെ, അതൊന്നും പൊറുക്കണ്ട. പൊട്ടി ചാടിയല്ല പയ വരിന്ന് പൊട്ടിയത്. ആ പേടിച്ചിട്ടുണ്ടാനും, ആ പേടിച്ചിട്ടുണ്ട്. പയ പൊട്ടി പാഞ്ഞില്ല, പായല്ല മുളക്ക് ഇങ്ങനെ പൊട്ടിപ്പോയി. അത് മതിയായപ്പോ അത്. അപ്പൊ പുറ്റിന്റെ അടുത്തും അങ്ങനെ തിരിയിടാൻ പാടില്ലല്ലോ, ഇറ്റിങ്ങനെ പാടില്ല. എന്നിട്ട് ഞാൻ പിന്നെ കുറേ മാടിക്കുട്ടികൾ കൊണ്ടാക്കിക്കാണ്ട് ഈ പാമ്പ് ചില കുറ്റി പറക്കണം. പാമ്പ് കഴിഞ്ഞിട്ടില്ല, അതേമാതിരി പടക്കം പൊട്ടി ചിലപ്പോ പുറത്തേക്ക് വരും കാണാൻ വേണ്ടിട്ടേ. നല്ല കാണലേ കാണാം, ഓപ്പൺ കൂടും. നല്ല പിന്നാലെ കൂടൊന്നുമില്ല, പാമ്പ് പിന്നാലെ കൂടൊന്നുമില്ല. പാമ്പ് പട്ടിയോ പിന്നാലെ കൂടാ? പാമ്പിന്റെ ഒപ്പം കൂടിക്കണല്ലോ. പാമ്പ് ഞങ്ങൾ വറങ്ങുണ്ടാക്കാൻ പോയതാണ്. വറങ്ങുണ്ടാക്കാൻ പോയപ്പോ ഞങ്ങളെ വക്കാലത്ത് പോയി ഞങ്ങൾ വെട്ടി പുറ്റിൽ പോയിക്കാണ്ടി. പാമ്പിന്റെ കൂട്ട് പോയി വറക് വെട്ടി. പാമ്പിന് ആവശ്യമായ വറക് കഴിച്ചുകൊണ്ട് വെട്ടി. അപ്പൊ പിന്നെ പാമ്പ് ചിലപ്പോ പിന്നാലെ കൂടും. പാമ്പ് നമ്മളെ ഇവിടുന്ന് ഇങ്ങോട്ട് ആട്ടിയിട്ട് പാലത്തിങ്ങ് വരെ ഞങ്ങൾ രണ്ടാൾ നിന്ന് ഭയങ്കര ഒപ്പുണ്ട്. പാമ്പ് ഇങ്ങനെ ഒപ്പുണ്ട്. പാലത്തിങ്ങ് വരെ പാഞ്ഞല്ലോ. ഈ പാലത്തിങ്ങനല്ല, അല്ല അപ്പൊ വറക് അവിടെ ഇട്ടിട്ട് പാഞ്ഞു. വർഗം ഞങ്ങൾ കൊണ്ടുവന്നില്ല, ഞങ്ങൾ രണ്ടാളെ കൊണ്ടുവന്നില്ല. ഇവിടുന്ന് ഇപ്പൊ അവിടെ ഇതുണ്ടല്ലോ, റിസോർട്ടിനാക്കിണ്ടല്ലോ. ആ റിസോർട്ടിന്റെ ഭാഗത്തുനിന്ന് അക്കരനാ പാഞ്ഞത്. പാഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ പറമ്പഞ്ചമ്പാടത്തെ പാലമൊക്കെ അല്ലേ, ആ കെട്ടുങ്ങൾ വരെ ഈ പാമ്പ് വന്ന് ബക്കത്ത് വരെ ഈ പാമ്പ് ഞങ്ങൾ ഊരിയിട്ട് കൊടുന്ന് ആക്കി. പാമ്പ് എന്തായാലും ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ഷിപ്പിംഗ് ഞങ്ങൾ രണ്ടാളുണ്ടായിരുന്നു. ഞങ്ങൾ പാമ്പിനെ പേടിച്ചാണ്. ഇപ്പൊ പാമ്പിന്റെ സീസണാ. 360 പാമ്പ്, കാറിന്റെ ഉള്ളില് പാമ്പ്, ബൈക്കിന്റെ ഉള്ളില് പാമ്പ്, കക്കൂസിന്റെ ഉള്ളില് പാമ്പ്, ഷൂവിന്റെ ഉള്ളിൽ. മനുഷ്യന്മാരെവിടെ ഉണ്ട് അവിടെയൊക്കെ പാമ്പ് കടിച്ചുണ്ട്. പാമ്പിനും ചൂടെടുക്കേ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ചൂട് കൂടിയിരിക്കണ്, പണ്ടത്തെ പോലല്ല. ഓസോൺ പാളികളൊക്കെ വിണ്ട് കീറിയിരിക്കണ്. ഈ മടിയിൽ നിൽക്കാൻ പറ്റില്ല ഐറ്റങ്ങൾക്കും. അതന്നെ, ഒക്കെ പുറത്ത് പാമ്പുകളൊക്കെ ഓസോൺ പാളി തുറന്നു വരികയാണ്. ഓസോൺ പാളിയൊക്കെ വിണ്ടിക്കണ്. ആഗോളതാപനാണ് സംഭവിക്കണത് ഇപ്പം, മനസ്സിലായോ? പശ്ചിമഘട്ട മലനിരകളൊക്കെ എന്തായിക്കണ്, പൊട്ടിപ്പൊളിഞ്ഞിക്കണ്. മഴട്ടില്ലാനും പടച്ചോനെ പേടി ആർക്കില്ലേനും. പടച്ചോനെ പേടിയില്ല, അതന്നെ പടച്ചോൻ പരീക്ഷിക്കാണ്. പടച്ചോനെ പേടിയില്ല, ആർക്കില്ല. എല്ലാരും തോന്നിയ പോലെ ജീവിക്കാം. ആദ്യമൊക്കെ കാരണം എങ്ങനെയാണ് മുതലാളിമാര് കാട്ടിയത്, ഈ മഴക്കാലം മഴ ഉണ്ടാവില്ല. മഴ ഇല്ലാത്ത കാലത്ത് എന്റെ മക്കൾ നീച്ചുണ്ടാവില്ല, എന്റെ പക ചിലപ്പോൾ നീച്ചുണ്ടാവും. ഒരു 6-7 ദിവസം മുതലാളിമാര് കഞ്ഞി വെച്ചുകാണ്ട് പാവങ്ങൾക്ക് കൊടുത്തിന്. ഇച്ച് ഓർമ്മ ഉണ്ട്. മഴ പെയ്യാൻ വേണ്ടിട്ട് 6-7 ദിവസം കഴിയുമ്പോൾ മഴ ഈ പാവങ്ങൾ കഞ്ഞി കുടിച്ചുകാണ്ട് ഇങ്ങനെ പച്ചനോട് ചെല്ലാന്നൊന്നും കിട്ടാല്ലോ. ഇരി നെല്ലും പാറലൊന്നും കിട്ടാനല്ലോ. ഇനിയിപ്പം ഇല്ലൊരാളെ പോയി കാണുക വെച്ചാൽ ഓൽക്കന്നല്ല നമുക്ക് മുക്കി പറഞ്ഞു തരാൻ. അങ്ങനത്തെ ഒരു കാലീനി. ആൾക്കറിയില്ല, ഉമ്മക്കും അറിയില്ല. കഞ്ഞി കൊടുക്കുമ്പോ ഇല്ല. അതാണ് പടച്ചോന് കാണണ്ടേ. ഇപ്പൊ അന്നൊക്കെ എല്ലാരും 6 ദിവസം കഞ്ഞി വെച്ച് കാണ്ട് കഞ്ഞിയാണ് കഞ്ഞിന് വലിയത്. കഞ്ഞിന് ആൾക്കാർക്ക് വലിയ കാര്യം. അതിക്കൊരു സമ്മതിയോ അല്ലെങ്കിൽ തേങ്ങ ചിരണ്ടിട്ട് കാണ്ടോ അങ്ങനെ ഈ കഞ്ഞി പത്രം കൊണ്ട് എല്ലാവരും പോയി. ഈ കുട്ടികളും മക്കളുള്ളവർക്കൊക്കെ കിട്ടിയാതൊരു കാര്യം നേജിക്കാണ്ട് എല്ലാവരും ഈ കഞ്ഞിക്ക് രാവിലെ പോവുകയും ചെയ്യും. അങ്ങനെ 6 ദിവസം ഈ കഞ്ഞി വെച്ച് കൊടുക്കുമ്പോഴേക്കിന് മയം വെച്ചു. അങ്ങനെ ഉണ്ടായിക്കണം. ഇപ്പൊക്കെ പറയുന്നവർക്ക് കുറവാണ്, വെച്ച് പറയാനാണ്. അങ്ങനെയൊക്കെ ഇല്ലാത്ത കാലം ഉണ്ടായിക്കണമെങ്കിൽ ഇതില്ലോലവിടെ ഇല്ലേനി. ഇല്ലോലവിടെ എന്താ ഇപ്പം ഞങ്ങളൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ എന്താ തീരുക,
രണ്ടടങ്ങായി നെല്ല് അത് കിട്ടുള്ളൂ. അതേ കിട്ടുള്ളൂ. ഇല്ല അവിടെ ഇത് കാണുന്നുണ്ടല്ലേ. ഇല്ല, ഇത് യൂട്യൂബാണ്. അപ്പൊ അതാ പറഞ്ഞത്, അന്നൊക്കെ അങ്ങനത്തെ ഒരു കാലാണ്. ഇപ്പത്തെ കാലം മാറി. ഇപ്പൊ മനുഷ്യന്മാരും അല്ലന്നല്ല പിന്നെന്താ പടച്ചോനെ പേടില്ല. പഠിച്ചാൻ പേടില്ല. പഠിച്ചാൻ അപ്പൊ പടച്ചോൻ ചൂട് എന്ന് പരീക്ഷിക്കും, മഴ കുറെ എക്സ്ട്രാ പെയ്യിപ്പിച്ച് പരീക്ഷിക്കും, തണുപ്പ് ഏറെ കോച്ചിന് തണുപ്പ് എന്ന് പരീക്ഷിക്കും. പക്ഷെ ചൂടുകൊണ്ടുള്ള പരീക്ഷണം സഹിച്ചാൽ പറ്റില്ല. തണുപ്പോണ്ടൊക്കെയാണ് എവിടെയെങ്കിലും കയറി പുതപ്പെട്ടിരുന്നാൽ മതി. ചൂടുകൊണ്ട് മനുഷ്യന് പിരാന്ത ഉണ്ടാകും. ചൂട് രാത്രി ആയേക്കണം. ഇങ്ങക്കൊന്നും ഇല്ല, ഇവിടെ ചൂടില്ലേ. ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. ഞങ്ങൾക്കൊക്കെ പക്ഷേ നമ്മളെ വീട്, പണ്ടത്തെ വീട് എത്ര ചൂടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് തണുപ്പേനി. ആ വാതിലാണ് തുറന്നാൽ AC ഇട്ടാൽ മതി. അതൊരു സുഖേനി. അതിനങ്ങനെയല്ല, ആദ്യം റബ്ബർ ഇരിക്കുന്നുണ്ട്. തണുപ്പ് റബ്ബർ ഇല്ലപ്പോൾ ഡബ്ബറിലോണ്ടാണ്. അല്ല പിന്നെ ആ മരം പോയാൽ നിങ്ങളീ അവസ്ഥ തന്നെയാണ്. മരം വെട്ടണില്ല, റബ്ബർ വട്ട റബ്ബർ ഇട്ടിട്ടില്ല. വേറെ പിടിച്ചിടുക എന്നല്ലാതെ പെണ്ണെട്ടിയാലും ഡബ്ബർ വെട്ടരുത്. റബ്ബർ വെട്ടാതെ അതൊരു കാലാവധി ആയിട്ടുള്ളൂ. റബ്ബർ ഉണ്ടാവും. റബ്ബർ തണല. റബ്ബർ കാലാവധി വരെ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം, ഷോർട്ടറിന് കൊടുക്കാതെ. എന്നാ പോവുക. പെട്ടെന്ന് എന്താ പെട്ടെന്ന് പറ്റി പോവാ? എന്നാ പോവാ. എന്താ പെട്ടെന്ന് ചേച്ചി പോണം എൻ്റെ പേരേക്ക്. എൻ്റെ യൂട്യൂബിൽ ഇന്ന് വർത്തമാനം പറഞ്ഞ എന്നാ പറച്ചിൻ്റെ പേരെത്താന്ന് പറഞ്ഞു. ആഫി എടുത്തു. അഫീഫേ അപ്പിനെ വിളിച്ചു. പ്രശ്നം ഇവിടെ വിളിച്ചാ കേൾക്കൂല. അഫീഫേ, എടാ അഫിയേ, പതിനൊന്നിൽ കൂടെ വിളിച്ചിട്ട് കേൾക്കൂല തീരെ. ഈച്ചുൻ്റെ റൂമാ പേടി. എവിടെ പേടിയൊന്നുമില്ല ടീച്ചർ. അത് വെച്ചിട്ട് പൂജാമുറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തട്ടുമ്പലോ ബേബാ ഉറങ്ങപ്പം. അന്നാ ഞങ്ങള് പോയരാ. ഓ ഇതെന്താ എന്തിനെ സൗണ്ട്? ഉറങ്ങിക്കോ, ഞങ്ങള് പോയരാ. ഓക്കെ വേണ്ട ഞങ്ങള് പോയരാ. ഈ കടന്നോ, നമ്മൾ പോയിരുന്നല്ലോ. ഇല്ല കടന്നോ. അല്ല കടന്നോ. അങ്ങോട്ട് കണ്ണിമ്പി മതി, കണ്ണോപ്പിട്ടാ മതി, പുറക്കും വരും. ഞങ്ങള് പോയി. അപ്പൊ നമ്മള് വീട്ടിലെത്തി. നമ്മളെ വീട് പണിന്റെ അടുത്തി. ബഹുമാനപ്പെട്ട ശംസു കാക്ക അവകൾ കട്ല രോഹുവിനൊക്കെ പിടിക്കാൻ നിൽക്കുകയാണ്. നമ്മളെ മീൻകുളം, അതായത് നമ്മളിത് മത്സ്യക്കൊയ്ത്തായിട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിച്ചത്, ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട്. പക്ഷെ അത്ര കൊയ്യാൻ മാത്രമുള്ള മീൻ ഇതിലില്ല. എന്നാലും ലോക്കൽസിനൊരു കൊയ്യാനുള്ള ഒരു മീന്. മൂന്നുട്ടിയൊക്കെ മീനെ വളർത്തിയിട്ടുള്ളു. എന്നാലും നോക്കടാ. അതെന്ത് മീനാ? നമ്മളെ പൂക്കോട് മഠത്തെ ഫിഷ് ഫാമില്ലേ, ഇതിന് വാങ്ങാൻ പോയ ഞാൻ വന്നിനി. ഇതിലേക്ക് വളരാൻ, ഈ റിങ്ങിലേക്ക് വളരാൻ, ബ്ലോഗ് കൊണ്ട് വലുതാ മീനാട്ടത്. റിങ്ങിന് വളരാൻ പാകമുള്ള 20 എണ്ണം. ബ്ലോഗ് കൊണ്ട് മെച്ചല്ലായിരുന്നു. 20 എണ്ണം താഴെ പാടത്തെ റിങ്ങിലിട്ടിരുന്നു. പക്ഷെ അത് എത്ര വലിപ്പുണ്ട് ശംസപ്പോ? അല്ല, ഒരെണ്ണം 20 ഇട്ടിട്ട് 19 എണ്ണം ആൾക്കാർ പിടിച്ചു പോയി. ഇപ്പോൾ CCTV വെച്ചിട്ടുണ്ട്. ഇനി ആളെ കിട്ടും. നല്ല കുറച്ച് ടേസ്റ്റ് വരാൽ ഇനത്തിൽപ്പെട്ട ഇതാണ്. നല്ല പെട്ടെന്ന് അതായത് നമുക്ക് ഉപകാരമുള്ള മീൻ, തേങ്ങയൊക്കെ ഇടുന്ന മീനാണ്. ആ ശംസൊക്കെ ഈസിയായിട്ട് പിടിക്കും. ആ കണ്ടില്ല ശംസൊക്ക? വാസന അല്ലല്ല ഇപ്പ അങ്ങനെ പിടിക്കല്ലേ. ബക്കറ്റ് കലടല്ലേ? അല്ല ബക്കറ്റ് അങ്ങോട്ട് വെച്ചാ പോലെ മീനിൽ ഇങ്ങനെ കൈമാറണോ? മറ്റേ സമ്മാനദാനം പോലെ പെടക്കൂട്ടപ്പാ. വൺ 20 കിട്ടാട്ടോ.
സ്മാൾ ബാസിലെ പിടിച്ചാജി 3 ബാസിൽ ഒറ്റ കൈ കൊണ്ട് പിടിക്കണുണ്ട് ബാസില് സ്കൂളിലൊക്കെ തന്നെ പരിപാടി അല്ല പണ്ട് സ്കൂളിൽ കുട്ടികൾ തന്നെ പരിപാടി ഹാപ്പി മീൻ എന്നാലാണ് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി നിന്ന പൊസിഷനിൽ ഒരു മീനും ഉണ്ടാവില്ല നമ്മളാ കണ്ണൂര് കണ്ടില്ലേ മീനോ കണ്ണൂര് കണ്ടോ കണ്ണൂര് എന്താ 13, 14, 15. പെര കിട്ടിട്ടോ ഏകദേശം ഒന്നതിനും അങ്ങോട്ട് ചാടിട്ടോ ഒന്ന് കുറക്കണേ ചക്കാലക്കുത്തൊക്കെ അല്ല ഇപ്പൊ 15 ആണ്. ഇങ്ങോട്ട് വരൂ जिंदगी है सफर ओ सुहाना क्या गल जाए किसके जन अरे होल्लई 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 16 16 കുടിച്ചാണേ കുടിച്ചോട്ടെ ഞാൻ ഇറങ്ങണോ അവിടെ തന്നെ കുടിച്ചാ ഈസി ക്ലാസ്സിലാണ് കോരിയാ മതി അടിക്കോട്ടെ അടുപ്പിച്ചോ അതിലൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഇതെങ്ങനെ മീൻ്റെ അടുത്ത് കത്താതെ അടുത്ത് കെട്ടാൻ പോട്ടെ ആയിട്ടില്ല അതാണ് മീൻ അവിടെയാണേ ബാസികർ വരുന്നുണ്ട് സ്പെഷ്യലിസ്റ്റ് കൈ കൊണ്ട് പിടിച്ചാലോ അങ്ങോട്ട് മീൻ അങ്ങോട്ട് തള്ളിയാ മതി മീനിന് പ്രഷർ കൊടുത്താൽ കിട്ടാനടാ ഒന്ന് നൊസ്റ്റാൾജിക് ആയിട്ട് പണ്ട് നമ്മള് കോരിട്ട് പിടിച്ചിരുന്നുള്ള കാണിക്കാനേ പണ്ട് കോരിങ്ങാണ്ട് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ആണ് കേട്ടോ ഇങ്ങനെ പൂട്ടി ഇങ്ങനെ പൂട്ടിയടാ തുറക്കി അപ്പൊ അപ്പണ്ട് ഒരു ത്രില്ല് വരാന് കേട്ടോ ഇനി ഒന്ന് കോരിട്ട് ഒന്നും ഇല്ലാതെ അങ്ങനെ അല്ല 19 അപ്പൊ മോശം കാട്ടിയോ അല്ല 19 ഉള്ളൂ ഇരുവണ്ണ തയ്ച്ചുണ്ടാവും അല്ലെങ്കിൽ ചംസ് വരെ കൊണ്ടുണ്ടാവും ഈ ഒരു മീനാംശക്കാരെ കൊണ്ട് എന്താ പൂച്ച കൊടുക്കണം ഇല്ല 20 ആയിട്ടോ ഇല്ലടാ 20 മീനുള്ളേ ഇനി എങ്ങനെ ഉണ്ടാവും അത് ശരി ഇത്ര വലിയ മീനോ അപ്പൊ അതാണ് ഇപ്പച്ചി വളർത്തിയ മീനുകൾ കേട്ടോ മത വീണോ അല്ല വെള്ളം ഫുള്ള് കളയാ ഇത് അങ്ങോട്ട് കൊണ്ടോ പോയലിട് പോയലിട് വെച്ചപ്പോ സംസാരം ഒരു നോട്ടം വെള്ളം പോകാനുണ്ടോ അതൊക്കെ ചോദിച്ചോട്ടോ ഇത് കളഞ്ഞു സാധനത്തിലുണ്ട് കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ മത്സ്യക്കൊഴുത്ത് ഇന്ന് ഇവിടെ ഇതെന്താ ചിട്ടിക്കണേ സാനിയമർസന്റെ പോലെ ചൂട് തീർക്കാൻ അതുകൊണ്ടോ ചൂട് എടുക്കല്ലേ ഒന്നുകൂടി അതാ ആഴ്ചമാത്ത എക്സ്പെക്ട് ചെയ്യാത്ത ടൈമിലാണ് പോണത് ആഴ്ചമാത്തങ്ങള് കേട്ടോ പാകാണേ ഇതിപ്പോ നമ്മള് മറ്റേ മസാല കേട്ടോ മസാല തേച്ച് ഇതിന് 2 കത്തി കൊണ്ട് വാരൽ കൊടുത്ത് ഇങ്ങോട്ട് പൊരിച്ച് വാൻഡലിൽ പൊതിഞ്ഞ് കിട്ടുകയാണെങ്കിൽ 600 രൂപ. അത് ശരിയാ അതിന് 600 രൂപ. ഇപ്പൊ അതിനെ പിടിക്കി പിടിക്കി 6 12 റുപ്യാണ് ഇതിന് വില വന്നിട്ടുള്ളൂ.
ഒരു മീനിന് 12 അതിലിട്ടിട്ട് പറയിപ്പാ കേട്ടല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. ഇത് വാനലിലേക്ക് ഇനി ഇത് ഇനിയും വലിപ്പം വെക്കൂട്ടോ. വാനലിൽ പോയിഞ്ഞ് കുറച്ച് സവാളയും ക്യാരറ്റൊക്കെ അരിഞ്ഞ് കുറച്ച് കുരുമുളക് മേലെ കൂടെ വെതറി ഒരു തക്കാളിയും നാരങ്ങ പീസും വരുന്നതോടെ 600 പോവാണ്. റേഞ്ച് മാറാണ്. മനസ്സിലായില്ലേ? ഇത് അതില് വെക്കിപ്പ ഇത് ഇറച്ചിയിലാണ്. ഇപ്പൊ അതില് വെച്ചിട്ട് ഇനി പറയും അങ്ങനെ ചാവൂല. ആണോ? ആ ഇച്ചാള് കൊറേ നേരം നിൽക്കുവേ ഓക്സിജൻ കിട്ടില്ല പുറത്തുനിന്ന്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ കഥ കേട്ടോ. മീനിന്റെ കഥ വെള്ളത്തിലാണോ പുറത്താണോ കൂടുതൽ ഓക്സിജൻ ഉള്ളത്? പുറത്തല്ലേ? പുറത്ത് വെച്ചാ പോലെ മീന്. അതിന് പുറത്തേക്കാൻ ഇത് അങ്ങനെ പറ്റില്ല. ശരി ശരിയാ. ജീവുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഇതിൽ തന്നെ എടുക്കണം. ജീവല്ലാത്ത മീനാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഓക്സിജൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആഴ്ചമാത്ത പറഞ്ഞത് കേട്ടോ. അല്ല പിന്നെ ഊക്കും മുടുക്കൂല മീനാണ്. ഗോൾഡൻ ഫിഷ് ഒക്കെ ആണെങ്കിൽ ഒറ്റ ചാട്ടത്തിന് ചാവും. ശരിയാവില്ല. ഗോൾഡൻ ഫിഷ് വെറുതെ ചൊറുക്ക് മാത്രമേ ഉള്ളൂ. ഇതിന് പറ്റൂല. പിറ്റേ ദിവസം മരിക്കും. ആ സഫാക്കോരത്തിന് എത്ര ഞാൻ വാങ്ങിക്കണത്? കളറും പോവും. കളറും പോവും. ഫെയ്ഡായി കണ്ടാണ് മരിച്ചു. ഇത് വലുതാവുകയാണെങ്കിൽ എത്രയാവും എന്നുള്ള അനുഭവസ്ഥര് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കണേ. എത്രയാവുന്നില്ല നമ്മള് വാങ്ങണുണ്ടല്ലോ. കുറെ ഉണ്ടോ? ഇത്ര വലിപ്പുണ്ടാവും. നമ്മളൊരു ബന്ധം കുറച്ച് കുറയ്ക്കും. ഒരു പൊടിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കൂട്ടേണ്ടത് അതോ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കൂട്ടേണ്ടത്? എങ്ങനെ ഇത് വളർത്താൻ ഇത്ര വലിപ്പല്ല മീനാണ്. കയ്യെത്താണി നോക്കട്ടെ. കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതുകൊണ്ട് അരക്കൈ ഇപ്പോൾ തന്നെ ഉണ്ടായിച്ച മത കൈയൊന്നും പോയില്ല. മത കിട്ടിയത് നിറഞ്ഞില്ലല്ലോ. ഈ വലിപ്പം ബാസിൽ പൊടി 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 2 മാസം കൊണ്ട് വെയിറ്റ് ചെയ്യണം. കുത്തിച്ചാണത്. രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. നമ്മളെ കുട്ടി അങ്ങനെ ഒരു കുടിച്ചാൽ ലോക്കാണ്. പിന്നെ അനങ്ങൂല. മീൻ ലോക്ക് പട്ടി ലോക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് മീൻ ലോക്ക് ബൈ ബാസിൽ. അവിടെ അല്ല തോടായ തോടും പാടമായ പാടൊക്കെ കെട്ടി തരും. സ്കൂളില്ല കെട്ടി തരുക. വിടട്ടെ എടാ. അതേതാ ഇതിന് വേറൊരു ക്യൂട്ട് മീന് പൈപ്പ് തുറന്നു കണ്ണിട്ടാക്കാൻ മറ്റേ സാരിവാലിയാണല്ലോ. ഗപ്പിയാണത് പ്രസവിക്കാനേ. നമ്മള് ഗപ്പിന്റെ ഇതിന്റെ അവിടെ ആണോ? ഗപ്പിയാലയോ ഗപ്പിയാലയോ അതൊക്കെ എവിടെയാ? നമ്മളതുണ്ട് താമരക്കുളം. താമരപ്പൂങ്കാവനത്തില്. ഹായ് कैसा है? अच्छा सब ठीक है. किधर से है? कलकत्ता. ओ गौतम गंभीर कलकत्ता. शाहरुख खान. അതിൽ കപ്പിയാളുണ്ട്. എടാ ജിമ്മിക്ക് ഈ വണ്ടി വാണ്ടേ? ജിമ്മിത് ഒഴിവാക്കിയോ? ജിമ്മിന്റെ ബൈക്കാണ്ടത് 2025 ഇവിടെ നിർത്തിയിട്ട് പോയതാണ്. ഹിമാലയന് ഒരു പ്രശ്നമല്ല. എടുത്ത് പോയിക്കോ. എന്തായാലും അവിടെ പൊടി പിടിച്ച് കിടക്കുക. പൊടിയൊക്കെ തോത്തിട്ട് ഇജ്ജൊരു സോളോ ട്രിപ്പ് അടിക്കുക. ഇതാണ് നമ്മളെ ഗപ്പിക്കോള കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യത്തിലധികം ഗപ്പികളുണ്ട് അതിൽ. കൊതു മുട്ടടൂല ഇതില് മീനുള്ളതുകൊണ്ട്. അതേമാതിരി ഇപ്പൊ പാമ്പ് ഉണ്ടല്ലോ. എല്ലാ പേരിലും പാമ്പ് അടിച്ചാണ്. പൂച്ച ഉണ്ടെങ്കിൽ പാമ്പ് വരില്ല. ഇനി പേർഷ്യൻ കാറ്റിന് കൊണ്ട് കാര്യമില്ല. നാടൻ പൂച്ചാണ്. നാടൻ പൂച്ച എല്ലായിടത്തും പാമ്പ്. നാടൻ പൂച്ച ഉണ്ടായി. പാമ്പിനുള്ളിൽ കൊടുത്തിട്ട് 8 രാജവമ്പാലിനെ 8 അണലിനെ കടിച്ചോണ്ടെന്ന പൂച്ച. ഇവിടെ നാടൻ പൂച്ച ഉണ്ടായിനി. എന്താ ചെയ്തറിയോ? ഒരു പാമ്പിനുള്ളിൽ കൊടുത്തിട്ട് പേരന്റെ പണ്ട് കളിക്കണോണ്ടേ ഓരോ ടൈമിൽ പൂച്ചന്റെ ചില പാമ്പ് കളിപ്പോക്കാണ്. ഭയങ്കര ധൈര്യമാണ് പൂച്ചക്ക്. ആ ധൈര്യാണ്. ആ ത്രില്ലാണ്. ഇങ്ങനെ ഇങ്ങനെ കാട്ടും കൈ കൊണ്ട്. അപ്പൊ ഇങ്ങനെ ഇടയിൽ പുളിയറമ്പ് പോകുന്നുണ്ട്. അടിപൊളി അതൊക്കെ എന്തെല്ലാം വെള്ളം ആവശ്യപ്പെടുന്നുണ്ടോ? കയ്യും കാലൊക്കെ ഒരു മണം. ചെറിയ മണം ഉണ്ടാവും. ഇറങ്ങി പിടിച്ചതല്ലേ. ഇന്ന് ഫുള്ള് നമ്മളെ ആസ്തറ്റിക് ആയിട്ടുള്ള ഫ്രെയിമുകളാണ് യൂസ് ചെയ്യുന്നത് വ്ളോഗില്. അപ്പൊ എന്തായാലും മീനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നു.
അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ കുറേ കാലമായിട്ട് ഞാൻ തപ്പിക്കൊണ്ടിരുന്ന എൻ്റെ ഫ്രണ്ടിനെ എനിക്കിന്ന് വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. മുമ്പൊരു 2-3 കൊല്ലത്തെ മുമ്പത്തെ വ്ളോഗിൽ ആൾ വന്നീനു. എന്താണ് വിശേഷം? നല്ല വിശേഷം. എത്രയായി കണ്ടിട്ട്? അത് എത്ര ആയിട്ടുണ്ടാവും? ഒരു വർഷം 2 വർഷം. കേട്ടോ. എന്നിട്ട് എവിടെയാ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ. അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്തിനല്ലോ ഒരു ദിവസം റെയിൽവേയിൽ നിന്നപ്പോ. ഓർമ്മ ഉണ്ടോ? അതത്രക്ക് ഓർമ്മയില്ല. എവിടേക്കാ ഇപ്പൊ പോണേ? വീട്ടിക്ക്. എന്താണ് ഇപ്പൊ സ്കൂള് പൂട്ടൊക്കെ ആവുമ്പോ എന്താണ് പരിപാടി? സ്കൂളൊന്നും ഇല്ലാത്തപ്പോ? സ്കൂളില്ലാത്തപ്പോ അമ്മ വീട്ടു പോവുക. ഇപ്പൊ അമ്മ വീട്ടിൽ നിന്നാണോ വരണേ? അല്ല, എന്താ അച്ഛമ്മേന്റെ വീട്ടിൽ നിന്ന്. അച്ഛമ്മേന്റെ വീട്ടിൽ നിന്ന്. ഓക്കെ. അപ്പം വീണ്ടും കണ്ടതിൽ സന്തോഷം. ഒരു ക്രയോൺ ബോക്സ് ഗിഫ്റ്റ് ചെയ്തേക്കണം. ഹാപ്പി ഹാപ്പി. നമ്മൾ സ്വന്തം ആളാണേ. ഈ മുമ്പ് വീഡിയോയിൽ കണ്ടു കാണും. ചോക്കാട് സ്കൂളത്തെ സ്കൂൾ തുറക്കല്ലേ? ഇനി എത്രാം ക്ലാസ്ക്കാ? വലിയ കുട്ടിയായി. 1-ലൊക്കെ എത്തിയാ? പട്ടച്ചോനെ. എന്നാ കാണന്നാ. ഹാപ്പി ഹൈഫൈ. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കേ. ഹായ് ഹായ്. ഇല്ലേ, എനിക്കെല്ലാം ഓർമ്മ ഉണ്ടോളെ? കാണണല്ലേ? വാ എടാ, എനിക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളില്ലേ, നിങ്ങൾ ഇപ്പച്ചിന്റെ സ്കൂൾ തരുമ്പോ ഞാൻ വിചാരിച്ചു നിലമ്പൂർ സ്കൂൾ തെപ്പത്തെയാണ്. അതല്ല ഞാൻ പറഞ്ഞേ. ഓ കാര്യം. എനിക്ക് ഓർമ്മ ഉണ്ട്. പെടേന്നാൾ സ്കൂളത്തെ എല്ലാ ടീച്ചേഴ്സും വന്നപ്പോ ചേച്ചിന്റെ കൂടെ വന്നേ. ഓക്കെ, ബൈ. കാണാൻ വിളിക്കണോട്ടാ. ബൈ ബൈ. ശരി, കാണോട്ടാ. ഓക്കെ. ചെങ്ങൈമാരെ പോലെ ആൾക്കാരെ അടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഞാൻ കാര്യത്തിനാണ് പറഞ്ഞതേ. ഇപ്പച്ചിന്റെ സ്കൂളത്തെ സ്കൂളത്തെ എല്ലാം എന്നല്ല പറഞ്ഞത്. ഇപ്പച്ചിന്റെ ഇപ്പത്തെ സ്കൂളത്തെ എല്ലാന്ന് പറഞ്ഞേ. എടുത്തേക്ക് ഇപ്പച്ചിന്റെ സ്കൂളത്തെ അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പച്ചിന്റെ ഇപ്പത്തെ സ്കൂളത്തെ അല്ല. അപ്പൊ എന്താണ് സ്കൂളത്തെ എനിക്കും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഓള് വന്നപ്പോ ഞാൻ കൈയാട്ടിച്ച് കണ്ടല്ലേ. എവിടെയാണ് ചോദിച്ചു? ഇപ്പച്ചിന്റെ സ്കൂളത്തെ ഈയിടെയായിട്ട് ഇവര് വിശ്വസിച്ച ഒരു പരിപാടിക്ക് കാട്ടില്ല. ഇന്നലെ അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞതാ. ഇന്നലെ നബീലിനെ കൊണ്ട് ആശുപത്രി കയറിയില്ലേ? അപ്പൊ ഞാൻ ഈച്ചയുടെ കസാര കുത്തിരിക്കാം. അതിലൊരു കാക്ക വേണ്ട വെച്ച് ആ കാക്ക കാണുന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിച്ചിട്ടോ. കാക്ക വേണ്ട വെച്ച് ഈച്ചനോട് കാക്ക എവിടെ അനുവിടെയൊക്കെ ചോദിച്ചു കാണാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഇപ്പൊ ഉറങ്ങിയേനി. അപ്പൊ ഞങ്ങള് പറഞ്ഞ ക്ഷീണിച്ചുറങ്ങണ് കാക്ക ഇപ്പൊ വിളിച്ചു. അപ്പൊ ഉണ്ടാവില്ല കാക്ക ഇങ്ങനെ പറയലും ഇറങ്ങി. അയ്യോ ഇതെന്ത് പറയുമായും അടിവാതിൽ തന്നു വന്നിരിക്കണ കടവാവല് പറഞ്ഞില്ലേ? ഈച്ചങ്ങനെയല്ല ഇവര് വണ്ടിയിൽ കാണുന്നുണ്ട്. ബാസിലാക്കല്ലേ? ഈച്ച നീറ്റിട്ടേ അജിതജി എങ്ങനെ നനഞ്ഞേ? സുഹൃത്തുക്കളെ, നമ്മളെ ചുങ്കത്തറുള്ള ഒരു ഷോപ്പിലുണ്ടോ, മിലോക്കോ പറഞ്ഞ ഷോപ്പിലാണ്. അപ്പം ഒരു വാട്ടർ ഗൺ വാങ്ങാൻ കയറിയണ്ടാ. വലിയ ടോപ്പായി കണ്ട് ഞങ്ങള്. പിന്നെ ഒരു എന്ത് വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും വലിയ കാർ നോക്കിയാണ്. എടാ അതിൽ ബാറ്ററി ഒന്നും ഇടണ്ട. കാണിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ. ഇല്ല, വേണ്ട. ഈ സാധനം തീരെ നമ്പാൻ പറ്റൂല. എവിടെയും ഇതേപോലെയാ. നൂറനി കൊണ്ടുവരാൻ പറ്റിയ ഷോപ്പാട്ടത്. ഓക്കെ. നേരത്തെ അസുറ പറഞ്ഞിട്ടുള്ളൂ ഈ ഷോപ്പൊക്കെ ചോദിച്ചപ്പോഴേ അനു തിരക്കിലാണെന്നൊക്കെ. എന്നിട്ട് അതിന് നേരെ ഇങ്ങോട്ട് അസുറ അതാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത. അതില് അസുറ പറഞ്ഞു, അസുറ അവിടെ പറഞ്ഞേ ഓൾ ചോദിച്ചിട്ടോ ഹനാനോടൊന്ന് ഷോപ്പിലേക്ക് അറിയാം. അസർ പറഞ്ഞു ഇപ്പൊ പറ്റില്ല, ഞങ്ങളൊരു തിരക്ക് പിടിച്ചൊരു യാത്രയിൽ പോകണം അങ്ങനത്തെ പറഞ്ഞു. ഞാൻ ഷവായൊക്കെ തന്ന് പല്ലൊക്കെ കുത്തിയപ്പോഴും ഷോപ്പൊക്കെ തരുമോ? അതിന് ഇതാണോ ഷോപ്പ്? എന്നാ പോവാം. ഇത് ഇന്നലെ ഇപ്പൊ ആക്കി വിചാരിച്ചിട്ടുണ്ടാവും. അനാൻസിനെക്കാളും ജാടാണല്ലോ ഈ ഒപ്പല്ല ജാട.
അതാണ് ഇതിന്റെ വിഷയം ഈച്ചോ. ഇത് വാങ്ങിക്കോ, ഇത് വാങ്ങിക്കോ, വേഗം വാങ്ങിക്കോ. ഇതെന്തിനാ എനിക്ക് ഫസ്റ്റ് ഇയർ 1 month 2 month 3 month 6 month ഇതിൽ ഓരോ മന്തിലും കുട്ടീന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചെടുക്കുക. അത് ആവശ്യക്കാരും ഒന്ന് വാങ്ങുക. അതന്നെ വാങ്ങാൻ പറഞ്ഞത്. ഓ ഇതതിന് ആവശ്യട്ടോ ഈ ചൂടത്ത് അല്ലേ? മോട്ടോർ ഫാൻ അല്ലേ? ഇത് നമ്മൾ പ്രവർത്തിക്കണം. ഓൾറെഡി ക്ഷീണിച്ചിരിക്കും. വിരലുകൾ ഉയർക്കുന്നു. ആ വണ്ടി സ്റ്റാർട്ടായാ? ഈ സാധനം മെല്ലെ മെല്ലെ ഡ്രിഫ്റ്റിംഗ്. ഇതാണ് ഡ്രിഫ്റ്റിംഗ് കാർ. ഹൈ മാറിക്കടാ ജോലെ. ഈ സന കേടരുത്തല്ല കേട്ടോ. നിങ്ങളെന്താ നിങ്ങൾ വല്ല ഒരിക്കലും ക്ഷണിക്കാതെ ഇനി. അല്ല അങ്ങനെയാണ്, ഇവര് കുറച്ച് പിരാന്തന്മാരാണ്. ഞാൻ വല്ല ഈ ഷോപ്പ് കാണാതിരിക്കാൻ പ്രാർത്ഥിക്കേനി. അപ്പൊ നിങ്ങൾ കറക്റ്റ് മാടി വിളിച്ചു. ഈച്ചൊക്കെ എങ്ങനെയാ? ഞാൻ അതാ വാങ്ങി വാട്ടർ ഗണ്ണ്. ഈ അയ്യോ ഇല്ലല്ല സോറി നദീമേ, നാളെ ക്രിക്കറ്റ് കളി ഉണ്ട് കേട്ടോ. അഖിലേന്ത്യാ സെവൻസ് കളിക്കണോട് നാളെ ക്രിക്കറ്റ് ഉണ്ട് പറഞ്ഞ അപമാനിച്ചു. പാവം മറ്റേ ബ്ലൂ സ്റ്റാർ അരിഞ്ഞിമങ്ങാടും മറ്റേ അൽമദീന ചെറുപ്പുളശ്ശേരികളൊക്കെ ഇടയിൽ നിന്ന് നമ്മളെ ലോക്കൽ കളിക്കും. എന്താ അതെന്താ വെച്ചാല് പാർട്ണർ അന്ന് തന്നെ പറ്റിച്ചു. അന്ന് രാത്രി 5 കച്ചവടം കിട്ടിയ പറഞ്ഞു ഇജ്ജ് ഇറങ്ങി കോർന്നു, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. ആടാ തുടങ്ങിനി ചെക്കൻ പേജിൽ ഇതൊക്കെ ഇട്ടീനി. ബാസിലേ ഇതൊക്കെ ലൈനുകൾക്ക് വാങ്ങി കൊടുക്കണതാണ്. ലവ് വിത്ത് ലവ് കണ്ടില്ലേ? ഹലോ ജസ്റ്റ് ഫോർ യു, ഫോർ മൈ ലവ്. ഇതെന്തായാലും ഞാനൊക്കെ ബാസിലേ, ഞാനൊക്കെ പണ്ട് ലൈൻ കൊടുത്തിന് ആരും കാണാതെ. ഇനി ഇത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, എന്തായാലും കാണും. ഞാനൊരു ചെരുപ്പൊക്കെ മറ്റേ ക്ലിക്കൂടിലൊക്കെ ഇട്ടിട്ടൊക്കെ കൊടുത്തു. ഇത് ആ സെറ്റപ്പ് നടക്കൂല തോന്നുന്നത്. പിന്നെ നാളെ തീ പാറുട്ടോ, റോജുണ്ട്, നദീമുണ്ട്, വമ്പ പരിപാടി കേട്ടോ. ടൈം ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, 9 9:30 ഞാൻ പറഞ്ഞു. ഇതൊന്നുകൂടി പവർ ഉണ്ടാവും. ഏതാ പവർ ഉള്ളത്? ഞാൻ അവിടെ സുഖത്ര ഒന്നുമില്ല, വെറുതെ അനക്ക് പിന്നെ മേല്, എനിക്ക് ആൾക്കാരുടെ മേല് വേദനയൊക്കെയുള്ളല്ലേ. ചോട്ടാ ബി മർസി എന്താ വിട്ടാലോ? ഞങ്ങള് പോണ ദേശേട്ടാ പൊട്ടുന്നല്ലടാ. അവസരങ്ങളെ നമ്മള് അല്പനേരം ചിലവഴിക്കാൻ വേണ്ടി ഇവിടെ കയറിയോ. അപ്പൊ എന്തായാലും നമ്മളെ ഏകദേശം വീട് മാറിയിരിക്കണ്. അപ്പം വീട്ടിക്ക് സ്വന്തം വീട് പോയോണ്ട് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ നടക്കുക, അതായത് വീടെത്തണ വരെ എല്ലായിടത്തും കേറുക. പക്ഷെ പുതിയ വീട് സൂപ്പർ വീടാട്ടോ, മാഷാ അല്ലാ. അപ്പം ആദ്യത്തെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന വീട് സൂപ്പർ വീട് തന്നെയാണ്. പക്ഷെ വലിപ്പം കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല. സോ ബിഗ്. അതാണ്ടോ. പിന്നെ എല്ലാരും പറയുന്നുണ്ട് അവിടെ പ്രേതം ഉണ്ടായിരുന്നു നമ്മള് പോണെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ വരുന്ന പോണം. അവിടെയാണ് പ്രേതമുള്ളത്. ഒരു പ്രേതം നമ്മുടെ അടുത്ത് വരില്ല. നമ്മള് ഫസ്റ്റ് വീടില്ലേ അവിടെ രണ്ടാൾ തൂങ്ങി മരിച്ചാണേ ഇന്റെ റൂമിന്റെ ഭാഗത്ത്. ഈ കഥ എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പേടിക്കരുത്, ഞാൻ പറയാം. ആണ് പണ്ട് ആരും എടുക്കരുത് എന്നൊക്കെ പറഞ്ഞോടത്താണ് ഇപ്പച്ചി പോയി വാങ്ങണം. ഒരു തേങ്ങയില്ലാന്ന് മറ്റേ ഒരു ഇതിലുണ്ടായല്ലോ, ഇവന്റെ പ്രേതം കൂടില്ലേ, പ്രേതത്തിനെ വെല്ലുവിളിക്കണ്ട. എന്തായാലും
ഇത് മറ്റേ ഉത്ത് പറയുന്ന ആളല്ലേ? അതല്ലോ വാസിലേ, അതൊക്കെ വേറെ ആളാ. അതേത് സാധനം അറിയോ? ഞാൻ എടുക്കട്ടെ. ചോരങ്ങനെ വരും. Can you? ഇങ്ങനെ പാള കുത്തി കയറും. അടിച്ചു മെല്ലടി ഓ ബ്ലഡ് പോവും. തിരിച്ചാ ബ്രോ. വേണ്ട ജന പിടിച്ചോ, ഡേഞ്ചറാണ്. നമ്മളൊക്കെ പാപ്പന്മാർ ഒറിജിനൽ വളണ്ട് കളിച്ചോലേ, നമ്മളീ ലോക്കൽ ടൂറിസ്റ്റോണ്ടൊക്കെ തലമുറന്റെ മഹിമ കളഞ്ഞു. ടെഡ്ഡി ബിയറിനെ പോലെ ആയി ചെയ്ത നെഗറ്റീവായി. എന്ത് പന്തും പിടിച്ചിരിക്കണം ബ്രോ? ഇതിലിപ്പോ മറ്റേ കുറ്റിയിട്ടാവോ, കാറ്റിറങ്ങണ കുറ്റിയുണ്ടാവും. ഇല്ലട്ടോ അതൊന്നും എടുക്കണ്ട കേട്ടോ. ഓൻ പറയണൊന്നും കേൾക്കാൻ നിൽക്കില്ല. മുഖവില കൊടുക്കില്ല അങ്ങനത്തൊൽക്കൊന്നും. പാട വരുമ്പോ ടെഡ്ഡി ബിയറാ. ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഇങ്ങനെ വരണ ഇന്ത്യൻ മെയ്ഡ് പോലെ അതിന്റെ ഡസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് വാഷ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉള്ളത്തെ ഫില്ലിങ്സ് എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. മറ്റേ പാടില്ല. അതാണ് ഇന്ത്യൻ മെയ്ഡിൽ വരുന്നത്. ഇതിനകത്ത് ഇതിന്റെ ഇപ്പൊ ഫിങ്സ് ഒക്കെ ഇത് കുഴപ്പമില്ലല്ലോ. ഇന്ത്യമേട് ഏതായാലും വേറെ കാണാണ്ട്. ഇന്ത്യമേട് ഏതായാലും വേറെ തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ തൃശ്ശൂർമേട്. ഇത് തൃശ്ശൂർ സ്വദേശികൾക്ക് വേണ്ടി ഉണ്ടാക്കണം കേട്ടോ നമ്മള്. ആന അതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ അടുത്ത്. മദ്യമത്തെ മതി. വേണ്ട ഓല ഓൾറെഡി ഓല് നായി ആഴ്ച മത്താക്കണം കൊള്ളു ആദ്യത്തെ കയറ് കാന്തത്തിന്റെ. മനസ്സിലായി? സമ്മൺ സ്പെഷ്യൽ ഫോർ സമ്മൺ സ്പെഷ്യൽ. ഇപ്പത്തെ കുട്ടികളെ മൈൻഡ് അനുസരിച്ചാണ് ഇവര് ചലിക്കണത്. ഷോപ്പ് ഫോർവേഡ് തിങ്കിങ്ങിലാണ്. ഏത് ലവ്ലി ഓൾ മിന്നി. ഈ മാലി മലയൊന്നും ഇപ്പൊ അല്ലല്ലോ. ഒറ്റൊന്നുണ്ട് കാണിച്ചെന്ന് ഇവിടെ അതൊക്കെ ട്രെൻഡ് പോയി. വല സ്പൈഡർമാന്റെ വല ഉണ്ടാ? അത് മൂട്. ഇത് മറ്റേ വല ഉണ്ടടാ അതിലിപ്പം. കൈമന്ന് പോവോ? ഇത് നമ്മള് കയ്യില് ഗ്ലൗ ഇടുക. ഇതേപോലെ തന്നെ കയ്യില് ഗ്ലൗ ഇടുക. ചുമരുമക്ക് ഇടുക. എന്നിട്ട് വാച്ച് പോലെ ഒരു സെറ്റിംഗ്. വല പോവില്ല. അതിനകത്ത് ഈ കോയിൻസ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇൻസെർട്ട് ആയിട്ട് വല പോണൊരു സംഭവം കണ്ടിനി. വല ഉണ്ട്, ഞാൻ വാങ്ങിയിട്ട് ചെറുപ്പം അതൊരു ആഗ്രഹമാണ്. വല ഒന്ന് പോണ. ഓ അതൊക്കെ പണ്ട് വലിക്കണം. അത് കൈമലല്ല, അതിനുള്ളിൽ കാണാൻ പോലല്ല. സുഹൃത്തുക്കളെ ഞങ്ങൾ വിട പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വ്ളോഗ് വരാനുള്ളത് നമ്മളെ വീട്ടിൽ നിന്നാവും, പുതിയ വീട്ടിൽ നിന്നാവും. അപ്പോൾ എന്തായാലും നമ്മൾ മാറാനുള്ള പരിപാടികളിലാണ്. ആകെ അലകും തട്ടും പുരട്ടുള്ളത് പറയാനുള്ള ഒരു സുഖമല്ല ജീവിക്കാനിപ്പോൾ. പക്ഷേ റെഡി ആയി വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ചൂടെടുത്ത് പൊളിഞ്ഞിങ്ങനെ. അപ്പം വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. പണ്ടറ ചൂട് നിന്നാലേ ഇനി കണ്ടിന്യൂസ് വ്ളോഗ് വരുള്ളൂ. മറ്റേ വ്ളോഗ് എടുക്കാൻ നമ്മൾ ചൂടെടുത്തിട്ട് ഉള്ളിൽ കയറുകയാണ്. 38-39 ഡിഗ്രി ചൂടാണ്. പുറത്ത് കറങ്ങൂല, വെറുതെ വിയർക്കാണ്. അപ്പൊ എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Thank you so much for watching guys. I love you all. Bye bye. അത് തിരക്കിന്റെ ആളെ കാണിച്ചു കൊടുക്കേ. അനക്കിപ്പോ തിരക്കൊന്നുമില്ല. അനക്ക് തിരക്കുണ്ട്. ഒരു പുളിക്കലോടി ഇതെന്താ പറഞ്ഞേ? 10 മിനിറ്റ് കൊണ്ട് അവിടെ ചോര.
ഒരേ അവിടെ ഇതായിക്കണേ എത്ര മണിക്കൂർ അല്ല അർഷി ബ്ലോഗ് കട്ടാക്കിയ പോകും ഞാൻ നിന്നോട് പറഞ്ഞോട്ടെ ഞാൻ വരാന്ന് പറഞ്ഞു ഒരു ദിവസം നസ്മിനെ കൊണ്ട് ഞങ്ങള് വന്നില്ലേ തീർച്ചയായും വന്നില്ലേ മതി നമ്മളോട് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ്. എന്നെ